ഇന്ത്യ ഏതാണ്ട് 25 വർഷം മുൻപാണ് നീണ്ടുനിന്ന യുദ്ധം ചെയ്തത്. കാർഗിൽ യുദ്ധത്തിന് മുൻപ് നീണ്ടുനിന്ന ഒരു യുദ്ധം ബംഗ്ലാദേശ് വിമോചന യുദ്ധമായിരുന്നു. ഈ യുദ്ധങ്ങളുടെയൊക്കെയും കണക്കുകൾക്ക് വഴങ്ങുന്നതല്ല ഇപ്പോഴത്തെ യുദ്ധം. ഫോറിൻ അഫയേഴ്സ് ഫോറത്തിന്റെ കണക്കനുസരിച്ച് ഒരു ദിവസം 1460 കോടി രൂപ മുതൽ 5000 കോടി രൂപ വരെയാണ് യുദ്ധത്തിന് ഇപ്പോൾ ഇന്ത്യ ചെലവഴിക്കേണ്ടി വരിക. വയനാട് ദുരന്തത്തിലെ മൊത്തം നഷ്ടത്തിന് തുല്യമായ തുകയാണ് ഓരോ ദിവസവും ചെലവാകുക എന്നാണ് അർത്ഥമാകുന്നത്. കാർഗിൽ എന്നതുപോലെ 80 ദിവസത്തിലേറെ നീണ്ടു നിന്നാൽ 1,20,000 കോടി രൂപ മുതൽ 4 ലക്ഷം കോടി വരെ ആയിരിക്കും ചെലവ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 3 മാസം കൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഒരു വർഷത്തെ പ്രതിരോധ ബജറ്റിന് വേണ്ടി വരുന്നതിന്റെ ഇരട്ടിത്തുകയാണ് ഈ ചിലവ്. അത് കുറഞ്ഞത് 10 വർഷത്തെയെങ്കിലും ബജറ്റുകളിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഇപ്പോ ഭക്ഷ്യ വിളവെടുപ്പിന്റെ സമയം അടുത്തു വരികയാണ്. പോരാട്ടം പഞ്ചാബിലെ കൃഷിയിടങ്ങളെ ബാധിച്ചാൽ അതും രാജ്യത്തിന്റെ നീക്കിയിരിപ്പിൽ പ്രതിഫലിക്കും. രാജ്യത്തിന് വേണ്ടതിന്റെ നല്ലൊരു പങ്ക് ഗോതമ്പും അരിയും ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബിലെ പാടങ്ങളിലാണ്. അവിടെ കൊയ്ത്ത് തടസ്സപ്പെടുത്തുന്ന ഓരോ ദിവസവും അത്രയും ധാന്യശേഖരത്തിലും കുറവുണ്ടാകും. പാകിസ്ഥാന്റെ കാര്യം കുറച്ചുകൂടി വ്യക്തമാണ്. ഒരു ഗതിയുമില്ലാതെ IMFന് മുന്നിൽ സാഷ്ടാംഗം വീണുകിടക്കുന്ന സമയമാണ്. ദൈനംദിന കാര്യങ്ങൾ നേടാൻ $100 കോടി വായ്പ ഏറെ കഷ്ടപ്പെട്ടാണ് നേടിയെടുത്തത് തന്നെ. അവിടെ ജനം സർക്കാരിൽ കൈവയ്ക്കും എന്ന നിലയിലേക്ക് പോകുന്നു കാര്യങ്ങൾ. യുദ്ധം ചെയ്താൽ ജനശ്രദ്ധ തിരിച്ചുവിടാമെങ്കിലും നീണ്ടു നിൽക്കുന്ന യുദ്ധം ചെയ്യാൻ പാകിസ്ഥാന് ഒരു ഗതിയുമില്ലാത്ത കാലമാണ്. അതുകൊണ്ടാണ് വളരെ വേഗം ഈ വെടിനിർത്തൽ സംഭവിച്ചത്.